ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജേണി വിത്ത് ശ്യാമയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചേച്ചിയെ കാണാൻ പോവുകയാണ്. അവിടെ മീനമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 3-ന്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കുഞ്ഞിന് ഗിഫ്റ്റും വാങ്ങി എൻ്റെ പല്ലിൻ്റെ കമ്പിയും ടൈറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. വെയിലിന് മുന്നേ റെഡിയായി ഇറങ്ങാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എഴുന്നേറ്റപ്പോൾ തന്നെ 8:30 ലേറ്റ് ആയെന്ന് വിചാരിച്ച് മേക്കപ്പ് ചെയ്യാതെ പോകാൻ നമ്മൾ ഗേൾസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ ഗൈസ്? മറന്നു പോകാതെ വാച്ച് ഓർത്തപ്പോൾ തന്നെ കെട്ടി. ലിപ് ബാം ഞാൻ കുറേ ഏറെ ഇട്ടിട്ടുണ്ട്, എങ്കിലേ വീട്ടിൽ ചെല്ലുമ്പം കുറച്ചെങ്കിലും കാണും. ഇതാണ് ഞാൻ എന്ന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടാസ്ക്. ഉള്ളത് പറയാമല്ലോ, ഇതുപോലെ അഹങ്കാരം പിടിച്ച മുടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെ ഒതുക്കി വെച്ചാലും ചെല്ലേണ്ടടുത്ത് ചെല്ലുമ്പോൾ എന്നും ചീപ്പ് തലയിൽ തൊട്ടിട്ടില്ലെന്നേ ആൾക്കാർക്ക് തോന്നും. 2 മുടിയൊക്കെ വലിച്ചെനിക്ക് ഫ്രണ്ടിലേക്ക് ഇടണമെന്നൊക്കെയുണ്ട്. പക്ഷെ കണ്ടില്ലേ, താഴേക്ക് വലിച്ചിട്ടാൽ മേലോട്ട് നിൽക്കും. അത്രയ്ക്ക് അനുസരണയാണ്. സൺസ്ക്രീൻ ഞാൻ വാരിക്കോരി തേക്കുന്നുണ്ട്. ഈ വെയിലിന് ഇത് എത്ര ഇട്ടാലും മതി വരില്ല. ഫേസ് മാത്രം വെളുത്തെടുത്തിട്ട് കാര്യമില്ലല്ലോ. 2 വീലർ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് കയ്യിലെ ടാനാണ്. കമ്മലൂടെ ഇട്ടപ്പോൾ ഏകദേശം എൻ്റെ പരിപാടി തീരാറായി. ഡ്രസ്സിന് മാച്ചല്ലേ? പിന്നല്ല. അപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഹെൽമെറ്റും വെച്ച് വീട് പൂട്ടി ഞാൻ ഇറങ്ങി. ഗേറ്റ് തുറക്കാൻ ചെന്നപ്പോഴേ മനസ്സിലായി വെയിലങ്ങ് ഉച്ചയിലായെന്ന്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. അത്യാവശ്യം നല്ല ദൂരവുമുണ്ട്. അങ്ങനെ ഞാൻ യാത്ര തുടർന്നു. പത്തനംതിട്ട എത്തിയപ്പോഴത്തേക്കിനും ഇതായി എൻ്റെ അവസ്ഥ. മീനമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനായി ചെറിയ കടയിലാണ് ഫസ്റ്റ് ഞാൻ നിർത്തിയത്. ചെറിയ കടയിൽ വലിയ കളക്ഷൻ കാണുമെന്നായിരുന്നു എൻ്റെ മൈൻഡ്. വലിയ കളക്ഷൻ ഉണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അവർ നല്ലതെന്ന് പറഞ്ഞു, ഞാൻ വാങ്ങി. പിന്നീട് ഞാൻ സ്മൈലിൽ കമ്പി ടൈറ്റ് ചെയ്യാൻ കയറി. പക്ഷെ അവരെൻ്റെ പല്ലെടുത്ത് വിട്ടു ഗൈസ്. അതോടെ എൻ്റെ പ്ലാൻ മൊത്തം തകിടം മറിഞ്ഞു. 4 മണിക്കൂർ മരവിപ്പ് കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു. മിണ്ടാൻ പോയിട്ട് ഫേസ് വെളിയിൽ കാണിക്കാൻ പറ്റൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്ന മൈൻഡായി എനിക്ക്. റോഡ് പണി ആയതുകൊണ്ട് വീട്ടിലേക്ക് വണ്ടി ചുറ്റിക്കറങ്ങി പോകുന്നത്. എനിക്ക് ആ വഴി അറിയാത്തതുകൊണ്ട് ചേച്ചി ഒരു ഓട്ടോ ഇട്ടു. അവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലാൻ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കുട്ടി എന്നെ ഒരു വഴിയിൽ കൂടെ കൊണ്ടുപോയി. പരിചയമില്ലാത്ത വഴി ആയതുകൊണ്ട് ആദ്യമൊക്കെ കയറാൻ നല്ല ഉത്സാഹമായിരുന്നു. പിന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എന്തുവാ ഇത്? അവൻ്റെ കാലിൽ എന്തോ സ്പ്രിങ് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവൻ മുകളിൽ ചെല്ലും. കണ്ടിട്ട് വല്ല സ്വർഗത്തിലേക്കുള്ള വഴിയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ബാക്കി പല്ലൂടെ പോകാതെ ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് നടന്നത്. എൻ്റെ പൊന്നു ഭഗവാൻ, ഇവൻ എന്നോട് വല്ല ദേഷ്യവും ഉണ്ടോ എന്ന് വരെ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. അങ്ങനെ നിന്നും ഇരുന്നുമൊക്കെ ഒരു വിധത്തിൽ റോഡിൽ ചെന്നു. ഇതാണ് വീട്ടിലേക്കുള്ള വഴി. മിക്കു അവിടെ അവൻ്റെ ഉത്തരവാദിത്വം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പിന്നെ പോകാം എന്ന് കരുതി. അതാണ് അമ്മുവിൻ്റെ സ്വന്തം ഇന്ദിരാമ്മ. ഈ വരുന്നതാണ് ഇവിടുത്തെ കുറുമ്പികൾ. എന്തോ കാര്യമായിട്ട് കളിച്ച ലക്ഷണമുണ്ട്. ഇതാണ് ആവണി, അവരുടെ കളിക്കൂട്ടുകാരി. വന്നതേ മീനുവിൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. ഞാൻ വേറെ വാങ്ങിയായിരുന്നു. സമയപരിധി മൂലം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. പിന്നെ അവൾക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. മീനമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അവളുടെ ആ സന്തോഷം കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? പാറുവിന് ഞാൻ വാങ്ങിയെങ്കിലും സൈസ് കറക്റ്റ് അല്ലായിരുന്നു. അതും ഇനി മീനുവിന് സ്വന്തം. പിന്നീട് 2ാമത്തെ ഡ്രസ്സ് തന്നെ ഇടാമെന്ന് പറഞ്ഞ് ഇടുന്ന തിരക്കിലാണ്. പോക്കറ്റ് കണ്ടപ്പോഴേ അവളുടെ മനസ്സ് നിറഞ്ഞു. പിന്നീട് എല്ലാവരെയും കാണിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ പൊരിച്ച മീനും കൂട്ടി ചോറ് കഴിച്ചു. പിന്നീട് ഞാൻ മിക്കുവിൻ്റെ അടുത്തേക്ക് പോയി വിശേഷങ്ങൾ. അവൻ എന്തൊക്കെയോ എന്നോട് കാര്യമായിട്ട് പറഞ്ഞു. ഈ സമയം പാറു എനിക്ക് അവളുടെ സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കി തന്നു. ഉപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോഴുള്ള നാണം കണ്ടില്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.